ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ പയ്യന്നൂരിൽ പ്രഖ്യാപിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം തൂണുകളിൽ ഒതുങ്ങി. 6 കോടി രൂപയുടെ പദ്ധതിയായിരുന്നു 44 കുടുംബങ്ങൾക്കായി കോറോം വില്ലേജിൽ പ്രഖ്യാപിച്ചത്. എസ്റ്റിമേറ്റ് പുതുക്കാതെ നിർമ്മാണം ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കരാറുകാരൻ. 2020 ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ നഗരസഭയിലും ഫ്ളാറ്റ് സമുച്ചയം പ്രഖ്യാപിക്കുന്നത്. ഭൂരഹിതരായ 44 പേരായിരുന്നു ഗുണഭോക്താക്കൾ. ശിലാസ്ഥാപനത്തിന് പിന്നാലെ നിർമ്മാണം ആരംഭിച്ചു. ഫൗണ്ടേഷൻ പണി പൂർത്തിയാക്കി തൂണുകളുടെ പണി തുടങ്ങി. 6 അടി ഉയരത്തിൽ തൂണുകൾ ഉയർന്നതിന് പിന്നാലെ നിർമ്മാണം നിലച്ചു. അതായത് ഈ രണ്ടാം പിണറായി സർക്കാർ കടന്നു വന്നപ്പോൾ തന്നെ ഈ ഫ്ളാറ്റ് ഇതിൻ്റെ ശിലാസ്ഥാപനം ബഹുമാനായ MLA ശിലാസ്ഥാപനം നിർവഹിച്ച ഒരു സ്ഥലമാണിത്. പക്ഷെ അവിടെ നിന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും മറ്റും ആരംഭിച്ചത്. ആ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. ഈ ബേസ്മെൻറ്റ് ലെവലിൽ കോൺക്രീറ്റ് നടന്നതിന് ശേഷം ദീർഘകാലം വർക്ക് നടക്കാതിരിക്കുകയും അതുപോലെ തന്നെ മഴയും വെയിലും ഒക്കെ കണ്ട് ഈ പില്ലറിൻ്റെ മുഴുവൻ ഈ ഇരുമ്പ് ഇതൊക്കെ ദ്രവിച്ചു പോകുമ്പോഴാണ് രണ്ടാം ഘട്ടം പണി, വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി രണ്ടാം ഘട്ടം പണി ആരംഭിച്ചത്. ഇതിനിടെ ആദ്യത്തെ കരാറുകാരൻ പ്രവൃത്തി ഉപേക്ഷിക്കുകയും മറ്റൊരാളെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും 1 വർഷത്തിലേറെയായി പദ്ധതി ഈ തൂണുകളിൽ നിന്ന് മുന്നോട്ടു പോയില്ല. ആദ്യത്തെ എസ്റ്റിമേറ്റ് തുകയായ 6 കോടി രൂപ തികയില്ലെന്നും തുക ഉയർത്തണമെന്നും ആവശ്യമുയർന്നു. നമ്മളൊരു വർക്ക് കരാറുകാരൻ എടുക്കുമ്പോൾ അതിനകത്തൊരു എഗ്രിമെന്റ് വെക്കും. ആ എഗ്രിമെന്റ് എന്ന് പറയുന്നത് 1 വർഷത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കി കൊടുക്കുക എന്നതാണ്. പക്ഷേ ആ എഗ്രിമെന്റിന്റെ ഡേറ്റും കഴിഞ്ഞ് പിന്നീട് ഈ നിലവിലുള്ള എസ്റ്റിമേറ്റ് പുതുക്കി നൽകണമെന്ന് പറയുന്നത് 4 വർഷത്തിന് ശേഷം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഗുണഭോക്താക്കളെ തീർത്തും വഞ്ചിക്കുന്നതിന് തുല്യമാണെന്നൊരു തർക്കമൊന്നുമില്ല. ഈ 44 കുടുംബങ്ങളും ഇന്ന് വളരെ പ്രയാസം അനുഭവിക്കുന്നു. കാരണം അവർ ഭൂരഹിതരാണ്, അവർക്ക് ഭൂമിയില്ല, സഹായിക്കാൻ ആളില്ല. അങ്ങനെയുള്ള ആളുകളെ ഒരുപാട് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് അവരെ തെരഞ്ഞെടുത്തത്. ആ തെരഞ്ഞെടുത്തവരിലാണ് 44 പേര്. ഇതിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ഒരു സമൂഹം പയ്യന്നൂർ നഗരസഭയിലുണ്ട്. അവരോടെങ്കിലും നീതി പുലർത്തുന്നതിന് വേണ്ടി സർക്കാർ തയ്യാറാകണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സൂചിപ്പിക്കാനുള്ളത്. അധികൃതർ അനാസ്ഥ തുടർന്നതോടെ 4 വർഷമായി ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് തുടരുകയാണ്. വീടെന്ന സ്വപ്നവുമായി വാടകയ്ക്ക് താമസിക്കുന്നവരാണ് ഇവരെല്ലാവരും. മിക്കവരും അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവർ. ഇതിനിടെയാണ് വാടക എന്ന അധിക ബാധ്യതയും പേറുന്നത്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ അന്നൂർ എന്ന ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി ലൈഫ് മിഷന്റെ വീടിന് കൊടുത്തിട്ടൊന്നും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. 3 മക്കളെയും കൊണ്ട് വാടകയ്ക്കാണ് ഞാൻ കഴിയുന്നത്. വേറെ സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതിനൊരു തീരുമാനമെടുത്താൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു. പയ്യന്നൂരിലെ ഫ്ളാറ്റിനൊപ്പം നിർമ്മാണം തുടങ്ങിയ ധർമ്മടത്തെയും പഴയങ്ങാടിയിലെയും ഉൾപ്പെടെ ഫ്ളാറ്റുകൾ കൈമാറി കഴിഞ്ഞു. പയ്യന്നൂരിൽ മാത്രം എന്താണ് ഇങ്ങനെയെന്നാണ് ഗുണഭോക്താക്കൾ ചോദിക്കുന്നത്. ലൈഫ് പദ്ധതി പ്രകാരം പയ്യന്നൂർ നഗരസഭയിൽ അനുവദിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഇപ്പോഴുമുള്ള അവസ്ഥയാണിത്. 2020 ആരംഭിച്ച പദ്ധതിയാണ്. 2024 പണി പൂർത്തിയാക്കാനായിട്ടില്ല. ഇപ്പോൾ കരാറുകാർക്ക് ആദ്യം അനുവദിച്ച തുക തികയില്ലെന്നും എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണമെന്ന ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പണി വൈകുന്നത് എന്നാണ് അധികൃതരുടെ ഭാഷ്യം. എന്തൊക്കെ വിശദീകരണങ്ങൾ നൽകിയാലും ഈ ഒരു പ്രതീക്ഷയിൽ കഴിയുന്ന 44 കുടുംബങ്ങളുണ്ട്. അവരെ കാണാതെ പോകരുത്. നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.